السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. يا صاحب الوقت أخطب بكم نيابة عنكم وأضع جبهتي تحت قدميكم. ബഹുമാനികളെ, വിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ വളരെയധികം നാശകാരികളായ ഒരു വിഭാഗമാണ് ഷിയാക്കൾ എന്ന് പറയുന്നത്. മഹാന്മാരായ സ്വഹാബത്തിനെ പോലും ചീത്ത വിളിക്കുന്ന, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലും പച്ചയിൽ നിന്ദിക്കുന്ന ഒരു വിഭാഗമാണ് ഷിയാക്കൾ. ആഗോളതലത്തിൽ സുന്നികൾ ഷിയാക്കൾ എന്ന പേരിലാണ് മുസ്ലിമീങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കപ്പെടുന്നത്. ആ നിലക്ക് മുസ്ലിം ലോകം മുഴുവനും മാറ്റി നിർത്തിയ വിഭാഗമാണ് ഷിയാക്കൾ. ആ ഷിയാക്കളുടെ ഏറ്റവും പിഴച്ച ആശയം നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്ന് വിതരണം ചെയ്യാൻ ചില കള്ളത്തൊരീഖത്തുകാർ അവരുടെ ഏജൻസിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ ഗൗരവത്തോടുകൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാന്മാരായ സ്വഹാബത്തിൻ്റെ ജീവിതത്തിൽ ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാന്മാരായ സ്വഹാബത്ത് അവരുടെ ഗവേഷണത്തിൻ്റെ ഫലമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇസ്ലാമിക ലോകം മുഴുവനും ആ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഭാഗമായി മനസ്സിലാക്കുന്നത് അതിൻ്റെ പേരിൽ ഒരു സ്വഹാബിയെയും നമ്മൾ ആക്ഷേപിക്കുവാനോ ചീത്ത പറയാനോ പാടില്ല എന്ന് മുസ്ലിം ലോകം ഐക്യകണ്ഠേന എടുക്കുന്ന തീരുമാനമാണ്. മഹാന്മാരായ അലി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട സയ്യിദന മുആവിയ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്ത്, ആ സ്വഹാബത്തിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, അതിൻ്റെ ഭാഗമായി ജമൽ സിഫീൻ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സ്വഹാബത്തിൻ്റെ ഇടയിൽ മധ്യസ്ഥത വഹിക്കുന്നതിന് വേണ്ടി അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹും അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹും തയ്യാറായപ്പോൾ സ്വഹാബത്ത് മുഴുക്കയും അത് അംഗീകരിച്ചു. എന്നാൽ അന്ന് സ്വഹാബത്തിൻ്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി ഐക്യത്തിലേക്ക് കടന്നു വരുന്നു എന്ന് കണ്ടപ്പോൾ നാശത്തിൻ്റെ കക്ഷികളായ ഖവാരിജ് രംഗത്ത് വന്നിട്ട് പറഞ്ഞു, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവിന് മാത്രമേ ഹുക്മ പറയാൻ അധികാരമുള്ളൂ, അല്ലാതെ മധ്യസ്ഥരാണെന്ന് പറഞ്ഞ് മൂന്നാമത്തെ ഒരു കക്ഷിക്ക് പറയാൻ അധികാരമില്ല എന്ന് പറഞ്ഞ് അവിടെ ഫിത്ന വീണ്ടും കത്തിച്ചു നിർത്തുവാനുള്ള ഒരു ശ്രമം നടത്തി. അവരാണ് ഖവാരിജ്. ആ ഖവാരിജ് ബഹുമാനപ്പെട്ട സയ്യിദന അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെതിരെ നിലകൊണ്ടു. ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹുവിന് പിന്തുണ നൽകി ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ നിന്നവരാണ് ഷിയഅത്തു അലി, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സൈന്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവർ സുന്നത്തി ജമാഅത്തിൻ്റെ ശരിയായ വിശ്വാസത്തിലുള്ളവരാണ്. മഹാന്മാരായ സ്വഹാബത്തിനെ അംഗീകരിക്കുന്നവരാണ് ഷിയഅത്തു അലി എന്ന പേരിൽ അന്ന് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ നിന്നവർ. എന്നാൽ അത് മുതലെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെയും അഹ്ലു ബൈത്തിനെയും സ്നേഹിക്കുന്നു എന്ന പേരിൽ കടന്നു വന്ന അബ്ദുല്ലാഹി ഇബ്നു സബഅ, അവനാണ് യഥാർത്ഥത്തിൽ ഷിയാ വിശ്വാസത്തിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹുവിൻ്റെ കൂടെ നിന്ന ഷിയാത്തു അലി അവരുടെ അല്ലെങ്കിൽ അവരോട് ചാരി നിന്നുകൊണ്ട് ഫിത്നയ്ക്ക് വേണ്ടി വന്നവനാണ് അബ്ദുല്ലാഹി ഇബ്നു സബഅ. ആ അബ്ദുല്ലാഹി ഇബ്നു സബഅ അദ്ദേഹം യഥാർത്ഥത്തിൽ ഷിയാക്കളുടെ വിശ്വാസം കൊണ്ടുവന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹുവിൻ്റെ പേരിൽ ധാരാളം ഇല്ലാത്ത അബദ്ധങ്ങളും കളവുകളും അദ്ദേഹം പ്രചരിപ്പിച്ചു. അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്നു എന്ന പേരിൽ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെ അമിതമായി പുകഴ്ത്താൻ തുടങ്ങി. ഏതുപോലെ ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പുകഴ്ത്തുന്നു എന്ന പേരിൽ ഈസാ നബി അലൈഹി സ്വലാം ദൈവപുത്രനാണെന്ന് പറഞ്ഞതുപോലെ, അതുപോലെ യഹൂദികൾ ഉസൈർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞതുപോലെ
അമിതമായി പുകഴ്ത്തിക്കൊണ്ട് കടന്നു വന്നവരാണ് അബ്ദുല്ലാഹിബിൻ സബ്, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളും. ആ ടീം ആദ്യമായി വാദിച്ചതെന്താണ്? ബഹുമാനപ്പെട്ട സയ്യിദന ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരിച്ചിട്ടില്ല എന്നതാണ് അവരാദ്യമായി പറഞ്ഞൊരു വാദം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിട്ടില്ല. അതിന് ന്യായം പറഞ്ഞത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായിട്ടില്ലല്ലോ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകാശത്ത് നിന്ന് ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. എന്നാൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കാൾ ശ്രേഷ്ഠരായ റസൂലുള്ളാഹി തങ്ങളും തിരിച്ചു വരും എന്ന വാദമാണ് ഇത് ഇസ്ലാമിൻ്റെ ആശയമല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിട്ടുണ്ട്, ഇതാണല്ലോ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിട്ടില്ല എന്നതാണ് ആദ്യമായി ഈ ഷിയാക്കൾ കൊണ്ടുവന്ന വാദം. പിന്നീട് അലി റളിയല്ലാഹു അൻഹുവിനിൽ ബഹുമാനപ്പെട്ടവരിൽ ഉലൂഹിയത്ത് കൽപ്പിച്ചു. ബഹുമാനപ്പെട്ടവർ ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് മഹാനെ കൊണ്ടുപോയി. ഈ ഷിയാക്കൾ ആ തരത്തിലുള്ള വാദങ്ങൾ കൊണ്ടുവന്നു. ആ തരത്തിലുള്ള വാദം കൊണ്ടുവന്ന് ഇൻത, നിങ്ങൾ തന്നെയാണ് നിങ്ങൾ എന്ന് പറഞ്ഞ് അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ ദൈവമാണ്, ഇലാഹാണെന്ന് വരെ ആ രൂപത്തിലുള്ള വാദം വരെ അന്ന് ഷിയാക്കൾ ഇവിടെ കൊണ്ടുവന്നു. എന്നാൽ പിന്നീട് ഈ ഷിയാക്കൾ കൊണ്ടുവന്ന അടുത്ത വാദം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥ പിൻഗാമി അത് സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് എന്ന വാദം. എന്ന് പറഞ്ഞാൽ അതിനു മുമ്പുള്ള 3 ഖലീഫമാരും അവരാ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല, അലി റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനം തട്ടിയെടുത്തവരാണെന്ന് പറഞ്ഞ് ആ സ്വഹാബത്തിനെ ചീത്ത പറയുന്നവരാണ് ഷിയാക്കൾ. ഈ വാദം ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഈ വാദവുമായി കടന്നു വന്നപ്പോൾ അദ്ദേഹത്തെ അലി റളിയല്ലാഹു അൻഹു ഇറാഖിലെ ടെസ്ഫോണിലേക്ക് നാടുകടത്തി. അവിടെ ചെന്നിട്ടും ഇദ്ദേഹം അടങ്ങിയിരുന്നില്ല. അദ്ദേഹം ഇതേ വാദഗതികൾ അവിടെ നിന്നും തുടർന്നു. അങ്ങനെ പിന്നീട് ബഹുമാനപ്പെട്ട സയ്യിദന അലി റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ, കൊല്ലപ്പെട്ടപ്പോൾ ഇവൻ വാദിച്ചു, എന്ത്? അലി റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടിട്ടില്ല, അലി റളിയല്ലാഹുവിൻ്റെ രൂപത്തിൽ പിശാച്ചാണ് അവിടെ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അലി റളിയല്ലാഹു അൻഹു ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടതാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉയർത്തപ്പെട്ടതുപോലെ ആകാശത്തേക്ക് അലി റളിയല്ലാഹു അൻഹു ഉയർത്തപ്പെട്ടിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു പിന്നീട് തിരിച്ചു വരും. നാം കേൾക്കുന്ന ഇടിനാദം അലി റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദമാണ്. മിന്നൽ പിണറ് അത് അലി റളിയല്ലാഹു അൻഹു ചാട്ടവാറ് പ്രയോഗിക്കുകയാണ്. ഇങ്ങനെ തുടങ്ങി ഇസ്ലാമിന് പരിചയമില്ലാത്ത ഒരുപാട് വാദഗതികൾ ഈ കക്ഷികളായ ഷിയാക്കൾ കൊണ്ടുവന്നു. എന്നിട്ട് അവർ പറഞ്ഞു, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വധിക്കപ്പെട്ടു എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിച്ചതുപോലെ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു വഫാത്തായി എന്ന് വിശ്വസിക്കുന്നത് ഖവാരിജിന്റെ വിശ്വാസമാണ്, അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല എന്ന് ഷിയാക്കൾ വാദിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അബ്ദുല്ലാഹിബിൻ സബ ആണ് ഷിയാക്കളുടെ ആശയത്തിൻ്റെ സ്ഥാപകൻ. അത് മുഹമ്മദ് ബിൻ ഉമറുൽ അക്കീഷി അദ്ദേഹത്തിൻ്റെ റിജാലു ഷിഅ എന്ന ഗ്രന്ഥത്തിൽ ഈ അബ്ദുല്ലാഹിബിൻ സബഇനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട സയ്യിദന അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോടുള്ള സ്നേഹം പറഞ്ഞ്, അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം പറഞ്ഞ്, ഇസ്ലാമിൽ ഇല്ലാത്ത കുറേ വിശ്വാസങ്ങൾ കൊണ്ടുവന്നവരാണ് ഷിയാക്കൾ. സ്വഹാബത്തിനെ പോലും ചീത്ത പറഞ്ഞവരാണ് ഈ ഷിയാക്കൾ. അതുകൊണ്ട് തന്നെ ഇവർ ഇസ്ലാമിൻ്റെ ബൗണ്ടറിക്ക് പുറത്താണെന്ന് വരെ ഷിയാക്കളിൽപ്പെട്ട ഒരു വിഭാഗത്തിനെതിരെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അവരിൽപ്പെട്ട ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹയുമായി വരുമ്പോൾ അത് അലി റളിയല്ലാഹു അൻഹു കൊടുക്കാനുള്ളത് ആള് മാറിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തത്. നഊദു ബില്ലാഹ്, എത്ര വലിയ അബദ്ധമാണ്! അതുപോലെ മഹാനായ അലി റളിയല്ലാഹു അൻഹു ആണ് റസൂലുള്ളാഹി തങ്ങൾക്ക് ശേഷം ഖലീഫയാകേണ്ടത്. അതിനു മുമ്പ് വന്ന 3 ഖലീഫമാരും ആ സ്ഥാനം തട്ടിയെടുത്തവരാണ് എന്ന് പറഞ്ഞ് 3 സ്വഹാബത്തിനെ, സയ്യിദന അബൂബക്കർ സിദ്ദീഖ്, സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ്, സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹും, ആ മഹാന്മാരെ ചീത്ത വിളിക്കുന്നവർ. അതാണ് റാഫിദത്തിൽപ്പെട്ട ഏറ്റവും മോശപ്പെട്ട കക്ഷികൾ. അവരാണ് ബോറകൾ എന്ന്
പറയുന്നത്, ഷിയാക്കളിലെ ബോറകൾ എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദന മമ്പുറം തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ കൊണ്ടോട്ടിയിലെ വ്യാജ ഷെയ്ഖന്മാർക്കെതിരെ ഫത്വ കൊടുത്തപ്പോൾ ആ ഫത്വ നാം വായിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കൊണ്ടോട്ടിയിലെ ആ വ്യാജന്മാരായ കക്ഷികൾ റാഫിദത്തിൽപ്പെട്ട ബോറകളാണ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കല്ല യഥാർത്ഥത്തിൽ വഹയി കിട്ടേണ്ടത്, അത് ജിബ്രീലിനെ ആള് മാറിപ്പോയതാണ് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിനെ ചീത്ത പറയുന്നവർ, അതുപോലെ മറ്റു 3 ഖലീഫമാരെ ചീത്ത പറയുന്നവർ, ഇവരാണ് ഏറ്റവും പിഴച്ച കക്ഷികൾ. അവർ ഇസ്ലാമിൽ നിന്നും പുറത്തുപോയവരാണ്. ഈ കക്ഷികൾ അവർ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദന മുആവിയ റളിയല്ലാഹു അൻഹുവിനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നവരാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് വളരെ മോശപ്പെട്ട വാചകങ്ങൾ പറഞ്ഞ് ബഹുമാനപ്പെട്ടവരെ നിന്ദിക്കുകയും മികയ്ത്തുകയും ചെയ്യുന്നത് ഈ ഷിയാക്കളുടെ ലക്ഷണമാണ്. അതേ ആശയം ഇന്ന് കേരളത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില കള്ളത്വരീഖത്തുകാരുണ്ട്. ആ കള്ളത്വരീഖത്തുകാരുടെ ഒരു പോസ്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം കാണാനിടയായി. എന്താണത്? നിങ്ങൾക്ക് കാണാം ആ പോസ്റ്റ്. സുബ്ഹാനല്ലാഹ്, എന്താണ് അതിൽ പറയുന്നത്? നിങ്ങളൊന്ന് വായിച്ചു നോക്കി. എനിക്ക് വായിക്കാൻ കഴിയില്ല. മുആവിയ റളിയല്ലാഹുവിനെ സംബന്ധിച്ചാണ് പറയുന്നത്. മുആവിയ റളിയല്ലാഹുവിനു സ്വഹാബിയാണെന്ന് വിശ്വസിക്കാൻ പോലും പാടില്ല എന്നാണ് ഇതിൽ ഈ മനുഷ്യൻ പറഞ്ഞു വരുന്നത്. നോക്കൂ നിങ്ങൾ, അദ്ദേഹം മറ്റു കള്ളത്വരീഖത്തുകാരൊക്കെ ഒരേ ടീമാണ്. അതാണ് അതിൻ്റെ മുകളിലുള്ള പോസ്റ്റ് കണ്ടോ? ഇന്നത്തെ സകല കള്ളത്വരീഖത്തുകാരും ഒരേ വേദിയിലാണ്. മുആവിയ റളിയല്ലാഹുവിനെ ചീത്ത പറയുന്ന ആ ആരോമാർക്ക് ഇരിക്കുന്ന ആ മനുഷ്യനാണ് മുആവിയ റളിയല്ലാഹുവിനെ ചീത്ത പറഞ്ഞ മനുഷ്യൻ. മറ്റുള്ള കള്ളത്വരീഖത്തുകാരൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഷിയാക്കളുടെ ഈ വിശ്വാസം പ്രചരിപ്പിക്കാനാണ് കേരളത്തിൽ ഇന്ന് കടന്നു വന്നിട്ടുള്ള സകല കള്ളത്വരീഖത്തുകാരുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് മനസ്സിലാക്കുന്നതിന് പകരം ഇവർ മശായിഖന്മാരുടെ ആളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാൽ അതിൽ നമ്മൾ വീണുപോകാൻ പാടില്ല. മുആവിയ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് എത്ര മോശമായിട്ടാണ് പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് എഴുതിയ ഗ്രന്ഥമാണിത്. മുആവിയ റളിയല്ലാഹുവിന്റെ മദ്ഹ് പറയാൻ, അവിടത്തെ സംബന്ധിച്ച് വരുന്ന ആരോപണങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ വേണ്ടി എഴുതിയിട്ടുള്ള ഗ്രന്ഥമാണ് ഫളായിലു മുആവിയ അൽ മുസമ്മാ തത്ഹീറുൽ ജനാൻ വൽ ലിസാനി അനിൽ ഖുതൂരി വത്തഫവ്വുഹി ബിസൽബി മുആവിയ ബിൻ അബി സുഫിയാൻ. മഹാനായ മുആവിയ റളിയല്ലാഹുവിന്റെ മദ്ഹ് പറയാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു യഥാർത്ഥ മുസ്ലിം സ്വീകരിക്കേണ്ട നയനിലപാടുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. യജിബു അലൈക അയ്യുഹൽ മുസ്ലിമു അൽ മുംതലിഉൽ ഖൽബു മിൻ മഹബ്ബത്തില്ലാഹി വറസൂലിഹി. അല്ലാഹുവിനെയും അല്ലാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും മനസ്സ് നിറച്ച് സ്നേഹമുള്ള മുസ്ലിമേ, നീ നിർബന്ധമായും ചെയ്യേണ്ടത് അൻ തുഹിബ്ബ ജമീഅ അസ്ഹാബി നബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ സ്വഹാബത്തിനെയും സ്നേഹിക്കണം, എല്ലാ സ്വഹാബത്തിനെയും നമ്മൾ ആദരിക്കണം എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ പറയാണ്, വലാ യശുക്കു അഹദുൻ അന്ന മുആവിയത റളിയല്ലാഹു അൻഹു മിൻ അകാബിരിഹിം. ബഹുമാനപ്പെട്ടവർ പറയാണ്, മുആവിയ റളിയല്ലാഹു അൻഹു സ്വഹാബത്തിൽപ്പെട്ട വളരെ ഉന്നതനാണെന്ന വിഷയത്തിൽ ഒരാൾക്കും തർക്കമില്ല. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, നസബൻ വഖുർബൻ മിൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വഇൽമൻ വഹിൽമൻ കമാ സയത്തലിഹു ദാലിക കുല്ലുഹു ലക മിമ്മാ സയുതലാ അലൈക. ഈ ഗ്രന്ഥത്തിൽ ഞാൻ കൃത്യമായിട്ടത് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി എല്ലാ അർത്ഥത്തിലും കുടുംബബന്ധവും അതുപോലെ തന്നെ സ്വഹബത്തിന്റെ ബന്ധവും എല്ലാം ഉള്ള വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ മുആവിയ റളിയല്ലാഹു അൻഹു. ആ സ്വഹാബത്തിൽ നിന്ന് വല്ലതും അവരുടെ ജീവിതത്തിൽ ഉമാഹുക്കി അൻ അഫ്വാതി ബഅദിഹിം കഫറഹു അല്ലാഹു തആല അൻഹും ബിഖൗലിഹി അസ്സ ഖായിലൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു. ആ സ്വഹാബത്തിൽ നിന്ന് അവരുടെ ഇജ്തിഹാദിലൂടെ അവർക്ക് വല്ല അബദ്ധവും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും
അതൊക്കെ അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട്. റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് പരിശുദ്ധ ഖുർആൻ അവർക്ക് സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്വഹാബിയെയും ചീത്ത പറയാൻ പാടില്ല. മുആവിയ റളിയല്ലാഹു അൻഹു സ്വഹാബത്തിൽ പ്രമുഖനാണ് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ പറയാണ്, മിൻഹ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വത്തിൽപ്പെട്ടതാണ് ഷറഫുൽ ഇസ്ലാമി വ ഷറഫുസ് സുഹബത്തി വ ഷറഫുൻ നസബി വ ഷറഫു മുസ്വാഹറതിഹി ലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ടവർക്ക് എല്ലാ അർത്ഥത്തിലും വലിയ മഹത്വമുണ്ട്. ബഹുമാനപ്പെട്ടവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നേരിട്ട് ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ്. റസൂലുള്ളാഹി തങ്ങളുമായി സുഹബത്തുള്ള സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി കുടുംബബന്ധമുള്ള മഹാനാണ്. വശറഫു മുസ്വാഹറതിഹി ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയുടെ ആങ്ങളയാണ്. ആ നിലയ്ക്കുള്ള ബന്ധങ്ങൾ അൽ മുസ്തൽസിമത്തു ലിമുറാഫഖതിഹി ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ജന്ന. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ തന്നെ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലും ഉണ്ടാകും എന്ന് പറഞ്ഞ് വിശദമായി പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, വതഅമ്മൽ അയ്യുഹൽ മുവഫഖ്, തൗഫീഖുള്ള മനുഷ്യ, സ്വഹാബത്തിനെ ചീത്ത പറയാൻ വിധിക്കപ്പെട്ട ഹതഭാഗ്യനായിട്ടില്ലെങ്കിൽ നീ മനസ്സിലാക്കണം എന്ത്? ഖൗലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഉണ്ടല്ലോ, ഇദാ ദുകിറ അസ്ഹാബി ഫഅംസികു, എൻ്റെ സ്വഹാബത്തിനെ കുറിച്ച് വല്ല അഭിപ്രായ വ്യത്യാസങ്ങളും നിങ്ങൾ കേട്ടാൽ നിങ്ങൾ ഈ ഒരു പക്ഷത്ത് നിന്ന് മറുപക്ഷത്തെ ചീത്ത പറയാൻ പാടില്ല. അവിടെ നിങ്ങൾ രണ്ട് സ്വഹാബത്തിനെയും ചീത്ത പറയാത്ത നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. വഖൗലഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസ് ഉദ്ധരിക്കുകയാണ് ബഹുമാനപ്പെട്ടവർ, മൻ ഹഫിളനി ഫീ അസ്ഹാബി വറദ അലയ്യൽ ഹൗള വമൻ ലം യഹ്ഫളിനി ഫീ അസ്ഹാബി ലം യറനി യൗമൽ ഖിയാമത്തി ഇല്ലാ മിൻ ബഈദ്. ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, എൻ്റെ സ്വഹാബത്തിൻ്റെ വിഷയത്തിൽ സ്വഹാബത്തിനെ അപകീർത്തിപ്പെടുത്താതെ അവരുടെ വിഷയത്തിൽ എന്നെ വല്ലവനും സൂക്ഷിച്ചാൽ അവനെ എൻ്റെ ഹൗദിൻ്റെ സമീപത്ത് അവൻ എന്നെ കാണാൻ കഴിയും. അതല്ല, എൻ്റെ സ്വഹാബത്തിൻ്റെ വിഷയത്തിൽ അതിക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പരലോകത്ത് എന്നെ വിദൂര ദിക്കിൽ നിന്നല്ലാതെ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ധാരാളം ഹദീസുകൾ ഉദ്ധരിച്ച ശേഷം ബഹുമാനപ്പെട്ടവർ പറയണ വൽ ഹാസിലു, ചുരുക്കി പറയട്ടെ, അന്നമാ വഖഅ ബൈന സ്വഹാബത്തി റിദ്വാനുല്ലാഹി തആല അലൈഹിം അജ്മഈന മിനൽ ഖിതാലി, സ്വഹാബത്തിന്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മഖ്സൂറുൻ അല ദുനിയ ഫഖത്ത്, അത് ദുന്യവിയായ ഒരു കേവലം ചെറിയ വിഷയം മാത്രമാണ്. അമ്മാ ഫിൽ ആഖിറതി ഫകുല്ലുഹും മുജ്തഹിദൂന മുസാബൂൻ, അല്ലാഹുവിങ്കിൽ അവരെല്ലാവരും മുജ്തഹിദുകളാണ്, പ്രതിഫലം ലഭിക്കുന്നവരാണ്. വ ഇന്നമ തഫാവുതു ബൈനഹും ഫി സവാബി, അവർക്കിടയിലുള്ള വ്യത്യാസം ആ പ്രതിഫലത്തിന്റെ വണ്ണത്തിൽ മാത്രമാണ്. ഇത് മനിജ്തഹദ വ അസ്വാബ കഅലിൻ കറമല്ലാഹു വജ്ഹഹു വ തുബാഇഹി, അത് എന്താണ് ഏറ്റവും വ്യത്യാസം? ഇജ്തിഹാദ് ചെയ്യുകയും ആ ഇജ്തിഹാദ് ശരിയാവുകയും ചെയ്തു. അവരേതുപോലെ അലി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള അവർക്ക് ലഹു അജ്റാനി, അവർക്ക് 2 പ്രതിഫലമുണ്ട്. എന്നല്ല ബൽ അശറത്തു ഉജൂരിൻ, അവർക്ക് 10 മടങ്ങ് പ്രതിഫലം അല്ലാഹു തആല കൊടുക്കുന്നുണ്ട്. അതേ സമയത്ത് ഇത് മനിജ്തഹദ വമനിജ്തഹദ വ അഖ്തഅ, എന്നാൽ അതേ സ്വഹാബത്തിൽ നിന്ന് ഇജ്തിഹാദ് ചെയ്ത് ആ ഇജ്തിഹാദ് പിഴച്ചു പോയാലോ അതാരെപ്പോലെ? മുആവിയ റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹുവിനെ പോലെ. മുആവിയ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു എതിർപക്ഷത്ത് നിന്നത് ബഹുമാനപ്പെട്ടവർ ഇജ്തിഹാദ് ചെയ്തു, അതിലൊരു ഖത്അ സംഭവിച്ചു പോയതാണ്. എന്നാൽ അതിൻ്റെ പേരിൽ ചീത്ത പറയാൻ പാടില്ല എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ടവർക്ക് ലഹു അജ്റുൻ വാഹിദുൻ, ആ ഇജ്തിഹാദിന് യോഗ്യതയുണ്ടായിരിക്കെ ഇജ്തിഹാദ് ചെയ്തതിൻ്റെ പേരിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിനും അല്ലാഹുവിങ്കിൽ വലിയ പ്രതിഫലമുണ്ട്. അതുകൊണ്ട് ഫഹും കുല്ലുഹും സാഊന ഫീ റിളല്ലാഹി വ ത്വാഅതിഹി ബിഹസ്ബി ദുനൂനിഹിം വജ്തിഹാദിഹിം, അതുകൊണ്ട് അവരെല്ലാവരും അല്ലാഹുവിങ്കിൽ വലിയ സ്ഥാനത്തുള്ള മഹാന്മാരാണെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹുവിന്റെ മഹത്വം പറയാൻ വേണ്ടി മാത്രം രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണിത്. ആ മുആവിയ റളിയല്ലാഹു അൻഹു സ്വഹാബിയല്ല എന്ന് ഇന്ന് കേരളത്തിലെ ഈ കള്ളത്വരീഖത്തിന്റെ കക്ഷികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുരുവട്ടൂരികളായ കള്ളത്വരീഖത്തുകാരും അതുപോലെ കൊണ്ടോട്ടി കള്ളത്വരീഖത്തുകാരും സർക്കാർ കള്ളത്വരീഖത്ത് എന്ന് പറയുന്ന കള്ളത്വരീഖത്തിന്റെ കക്ഷികളും ഇവരൊക്കെയും ഇവിടെ ഷിയാ വിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, അതിനുവേണ്ടി വാദിക്കുന്നവരാണ്. ഷിയാക്കളുടെ വിശ്വാസം ഒളിച്ചു കടത്താനുള്ള ശ്രമമാണ്. നാം എല്ലാവരും അത് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിക്കുകയാണ്, എന്താണ് ഇത്തരത്തിലുള്ള കള്ളത്വരീഖത്തുകാരുടെ ജൽപ്പനങ്ങൾ കേട്ട്
തെറ്റിദ്ധരിച്ചു പോയ ഒരു പാവപ്പെട്ട മനുഷ്യൻ ചോദിക്കുകയാണ്, എന്താണ് മഹാന്മാരായ അഹ്ലു ബൈത്തിനെ ആദരിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല? ആര്? സുന്നികള്, മുസ്ലിം ലോകം മുഴുവനും. എന്നിട്ടെന്താ അദ്ദേഹം കാരണം പറയുന്നത്? ഖുലഫാ ഉർ റാഷിദ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 4 പേരെ എണ്ണുന്നു. 5ാമത്തെ ഖലീഫയായി ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളെ എണ്ണുന്നു. എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുന ഹസൻ റളിയല്ലാഹുവിനെ എണ്ണുന്നില്ല? അത് ഹസൻ റളിയല്ലാഹുവിനോടുള്ള വെറുപ്പ് കൊണ്ടാണ്, അഹ്ലു ബൈത്തിനോടുള്ള വെറുപ്പ് കൊണ്ടാണ് എന്ന് പറഞ്ഞ് കള്ളത്വരീഖത്തിന്റെ ചില കക്ഷികൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഒരിക്കലുമല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇതിന് മറുപടി ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ബഹുമാനപ്പെട്ട സയ്യിദുന ഹസൻ റളിയല്ലാഹു അൻഹു 6 മാസമാണ് ഭരണം നടത്തിയത്. പിന്നെ എന്തുകൊണ്ട് ഖുലഫാ ഉർ റാഷിദീങ്ങളിൽ ബഹുമാനപ്പെട്ടവരെ എണ്ണിയില്ല? അത് മുസ്ലിം ലോകത്ത് അങ്ങനെ ഒരു നടപടിക്രമമില്ല. എന്തുകൊണ്ടാണത് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയാണ്, وإنما لم يعد الحسن وابن الزبير مع صلاحية كل منهما أن يكون منهم. ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും ബഹുമാനപ്പെട്ട ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെയും ഖുലഫാ ഉർ റാഷിദീങ്ങളെ കൂട്ടത്തിൽ എണ്ണിയിട്ടില്ല. എന്തുകൊണ്ടാണ്? അതിന്റെ കാരണം ലം യതിമ്മ ലഹു മിൻ നഫാദിൽ കലിമത്തി വജ്തിമാഇൽ ഉമ്മത്തി. ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണവും ലിഖ്സരി മുദ്ദത്തിൽ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലയളവ് വളരെ കുറഞ്ഞ കാലമാണ് എന്നതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവരെ അവിടെ എണ്ണാതിരുന്നത്. കേവലം 6 മാസം മാത്രമേ ഭരണം നടത്തിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവരെ അക്കൂട്ടത്തിൽ എണ്ണാതെ പോയത്. അത് മുസ്ലിം ലോകം മുഴുവനും അങ്ങനെയാണ്. അതേസമയത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഖുലഫാ ഉർ റാഷിദീങ്ങളും അവരൊക്കെ നീണ്ട വർഷം അവർ ഭരണം നടത്തിയിട്ടുണ്ട്. പൂർണ്ണാർത്ഥത്തിൽ ഒരു ഭരണചക്രം നീക്കിയതുകൊണ്ട് അവരെ ആ രൂപത്തിൽ എണ്ണി. അതേ സമയത്ത് ഹസൻ റളിയല്ലാഹു അൻഹു കേവലം 6 മാസമാണ് ബഹുമാനപ്പെട്ടവർ ഭരണ സ്ഥാനത്തിരുന്നിട്ടുള്ളത്. ഇത് ഇമാമുകൾ കൃത്യമായിട്ട് ചർച്ച ചെയ്ത് വിശദമായി നമ്മെ പഠിപ്പിച്ച വിഷയമാണ്. എന്നാൽ ഇതിൻ്റെ പേരിൽ മഹാന്മാരായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ ഇവരാണ് ഈ രൂപത്തിൽ നമ്മെ പഠിപ്പിച്ചത്. അത് അഹ്ലു ബൈത്തിനോടുള്ള വെറുപ്പ് കൊണ്ടാണ് എന്ന് പറഞ്ഞ് മഹാന്മാരായ സ്വഹാബത്തിൻ്റെ ഇടയിലുള്ള ചില വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഷിയാക്കളുടെ വിശ്വാസം ഇവിടെ കൊണ്ടുവരാൻ ചില കള്ളത്വരീഖത്തിൻ്റെ കക്ഷികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അഹ്ലു ബൈത്തിൽപ്പെട്ട പാവങ്ങളായ ആളുകളെ അവരെ തെറ്റിദ്ധരിപ്പിക്കുവാനും സുന്നത്തി ജമാഅത്തിൻ്റെ പ്രവർത്തകർ അഹ്ലു ബൈത്തിനോട് അങ്ങേയറ്റത്തെ മഹബത്തുള്ള സുന്നത്തി ജമാഅത്തിൻ്റെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുവാനും ഇത്തരം കള്ളത്വരീഖത്തുകാർ വ്യാജ പ്രചരണം നടത്തുന്നുണ്ട്. അതുപോലെ കള്ളത്വരീഖത്തിൻ്റെ മറ്റു കക്ഷികൾ അവർ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, എന്താണ്? മുഹറം മാസം ബഹുമാനപ്പെട്ട സയ്യിദന ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായത് മുഹറം 10-നാണല്ലോ. എന്നാൽ മുഹറം 10 ആകുമ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ചരിത്രം പറയാൻ എന്തേ നിങ്ങൾ മുന്നോട്ട് വരാത്തത്? എന്താണ് നിങ്ങൾക്കതിന് വിമ്മിഷ്ടമുള്ളത്? അത് അഹ്ലു ബൈത്തിനോടുള്ള വെറുപ്പ് കൊണ്ടല്ലേ എന്ന് പറഞ്ഞ് ഷിയാക്കൾ മുഹറം 10 എന്ത് ചെയ്യും? ഷിയാക്കൾ ഇസ്ലാമിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് നാശങ്ങൾ കൊണ്ടുവന്ന ഈ ഷിയാക്കൾ മുഹറം 10 ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹുവിന്റെ മദ്ഹ് പറഞ്ഞ് അവർ യാ ഹുസൈൻ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് അവരുടെ അതേ ആചാരം ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി ചില കക്ഷികൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ച് ഒരു തെറ്റിദ്ധാരണയും വേണ്ട. അവർ ശരിയായ ഷിയാക്കളുടെ ഏജന്റായി പ്രവർത്തിക്കുന്നവരാണ്. ശരിയായ ഷിയ ഏജന്റാണ്. മറ്റു സ്വഹാബത്തിനെ ചീത്ത പറഞ്ഞ് മഹാന്മാരായ അഹ്ലു ബൈത്തിനെ ആദരിക്കുന്നു എന്ന പേരിൽ മറ്റു സ്വഹാബത്തിനെ നിന്ദിക്കുന്നവരാണ് ഷിയാക്കൾ. ആ ഷിയ ആശയം എന്തുകൊണ്ട് ഇവിടെ നടപ്പിലാക്കുന്നില്ല? അതാണ് ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ. അപ്പൊ പ്രിയപ്പെട്ട എൻ്റെ മുഅ്മിനീങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണ്? ഈ മുഹറവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ട നിലപാട്, നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് എന്ന് മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അടക്കം ഇമാം അസ്സാരി റളിയല്ലാഹു അൻഹു അടക്കമുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചു. മുഹറം മാസം വരുമ്പോൾ മഹാന്മാരായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും മറ്റു അഹ്ലു ബൈത്തിലെ മഹാന്മാർ, ആ മഹാന്മാരുടെ ഷഹാദത്തിൻ്റെ അവർ രക്തസാക്ഷികളായ ആ സംഭവം അത് മാത്രം എടുത്ത് പറയാൻ പാടില്ല.
കാരണം അത് സ്വഹാബത്തിന്റെ ഇടയിൽ നടന്ന ഇജ്തിഹാദിയായ ഒരു വിഷയത്തിന്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ അപ്പുറത്തും ഇപ്പുറത്തും സ്വഹാബത്തുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും മഹാന്മാരുണ്ട്. ഒരു ഭാഗത്തും പറയുമ്പോൾ മറുഭാഗത്തെ ചെറുതാക്കാൻ പാടില്ല. പറയുകയാണെങ്കിൽ രണ്ട് ചരിത്രവും ഒരുമിച്ച് പറയണം. ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹുവിന്റെ മാത്രം ചരിത്രം പറയാൻ പാടില്ല എന്ന് മഹാന്മാര് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് പറയുന്നു, ഖാലൽ ഉസ്സാലി വഗൈറുഹു, ഇമാം ഉസ്സാലി റളിയല്ലാഹു അൻഹു അല്ലാത്ത ധാരാളം ഇമാമുകളും പറഞ്ഞു, വയഹ്റമു അലൽ വാഇൽ വഗൈരിഹി റിവായത്തു മഖ്തലിൽ ഹുസൈൻ വഹികായത്തുഹു വമാ ജറാ ബൈന സ്വഹാബത്തി മിന തശാജുരി. വഅൽ പറയുന്നവർ അല്ലാത്തവർ ഈ സംഭവം ഉദ്ധരിക്കുമ്പോൾ ഹുസൈൻ റളിയല്ലാഹുവിന്റെ സംഭവം മാത്രം പറയാൻ പാടില്ല. അതുപോലെ സ്വഹാബത്തിന്റെ ഇടയിൽ അവരുടെ ഇജ്തിഹാദിയായ നിലക്ക് വന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, ആ അഭിപ്രായ വ്യത്യാസങ്ങളും വെറുതെ എടുത്ത് സംസാരിക്കാൻ പാടില്ല. വത്തഖാസുമു ഫഇന്നഹു യഹീജു അലാ ബഅദി സ്വഹാബത്തി വത്വഅനി ഫീഹിം വഹും അഅലാമുദ്ദീൻ. കാരണം അത് ഉദ്ധരിക്കുമ്പോൾ അപ്പുറത്തുള്ളവരും സ്വഹാബത്താണ്, ആ സ്വഹാബത്തിനെ നിസ്സാരപ്പെടുത്തൽ വരും. അതുകൊണ്ട് അത് ഉദ്ധരിക്കാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഈ അവിടുത്തെ അസ്സവാഇഖുൽ മുഹരിഖ എന്ന ഗ്രന്ഥത്തിൽ അസ്സവാഇഖുൽ മുഹരിഖ അലാ അഹ്ലി അർറഫ്ളി വദ്ദലാലി വസ്സന്ദഖ എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസികളായ നമ്മൾ, നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാര് മുഹറം 10 അന്ന് അല്ലെങ്കിൽ മുഹറത്തിന്റെ ആ ദിവസങ്ങളിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ സംഭവം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ ചരിത്രം ഓർമ്മിച്ചുകൊണ്ട് ഒരു പ്രത്യേകമായ പരിപാടികളൊന്നും സംഘടിപ്പിക്കാത്തത്. അത് പാടില്ല എന്ന് നിർദ്ദേശിച്ചതുകൊണ്ടാണ്. എന്തുകൊണ്ട് പാടില്ല? അത് ഹുസൈൻ റളിയല്ലാഹുവിനോടോ അഹ്ലു ബൈത്തിനോടോ ഉള്ള വെറുപ്പല്ല, ആദരവിൻ്റെ കുറവല്ല. അവരോട് മനസ്സ് നിറച്ച് ആദരവുള്ളവരാണ് മുഅ്മിനീങ്ങൾ. അതോടൊപ്പം എല്ലാ സ്വഹാബത്തിനെയും ആദരിക്കുന്നവരാണ്. അവർക്കിടയിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ അത് അവരുടെ ഇജ്തിഹാദിയായ വിഷയമാണ്. അതിൽ ഇടപെടാൻ ഒരാൾക്കും അധികാരമില്ല. അവരൊക്കെയും അല്ലാഹുവിങ്കിൽ അതിന് പ്രതിഫലം ലഭിക്കുന്നവരാണ് എന്ന് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു നേരത്തെ ഈ ഗ്രന്ഥത്തിൽ ഫളായിലുൽ മുആവിയ എന്ന ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞത് ഞാൻ വായിച്ചു തന്നിട്ടുണ്ടല്ലോ. ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹിഖി തങ്ങൾ പറയാണ്, വമൻ ഖറഅ യൗമ ആശുറ വ അവൈലുൽ മുഹറം മഖ്തലുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു, ആരെങ്കിലും ആശുറ ദിവസത്തിലോ മുഹറമിൻ്റെ ഏതെങ്കിലും ദിവസങ്ങളിലോ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഷഹാദത്തിന്റെ ചരിത്രം മാത്രം വല്ലവനും പറഞ്ഞാൽ ഫഖദ് തശബ്ബഹ ബിർറവാഫിളി, അവൻ ഷിയാക്കളോട് സാമ്യമായി പോയിട്ടുണ്ട്. ഖുസൂസൻ ഇദാ കാന ബി അൽഫാദിൻ മുഖല്ലത്തിൻ ബിത്തഅലീമി ലിഅജ്ലി തഹ്സീനി സാമിഈന, പ്രത്യേകിച്ച് ഹുസൈൻ റളിയല്ലാഹുവിന്റെ ഷഹാദത്തുമായി ബന്ധപ്പെട്ട് ആ ചരിത്രം കേൾക്കുന്ന ആളുകളുടെ മനസ്സിൽ വളരെ കൂടുതൽ സങ്കടമുണ്ടാക്കാൻ വേണ്ടി എന്ന രൂപത്തിൽ അതിനെ അവതരിപ്പിക്കുന്നത് വളരെ മോശമാണ്, അത് പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞിട്ട് അത് ബഹുമാനപ്പെട്ടവർ പറയാണ്, ഇങ്ങനെ ആ സംഭവം ഒരാൾക്ക് പറയണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ടോ? മുഹറം മാസം ആ ചരിത്രം പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതാ അങ്ങനെ ആ സംഭവം പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ സംഘർഷത്തിലും ഏറ്റുമുട്ടലുകളിലും അന്നേ ഷഹീദായിപ്പോയ വഫാത്തായിപ്പോയ മറ്റു സ്വഹാബത്തിന്റെ ചരിത്രം ആദ്യം പറഞ്ഞിട്ട് പിന്നെയേ ഈ സംഭവം പറയാൻ പാടുള്ളൂ. എന്നാലേ ഷിയാക്കളുടെ ആചാരവുമായി ഇതിന് ബന്ധമില്ലാതിരിക്കൂ. ഷിയാക്കളുടെ ആചാരം അഹ്ലു ബൈത്തിനോടുള്ള ആദരവ് എന്ന് പറഞ്ഞ് മറ്റ് സ്വഹാബത്തിനെ നിന്ദിക്കലാണ്. അതില്ലാതിരിക്കാൻ ആദ്യം മറ്റു സ്വഹാബത്തിന്റെ സംഭവം പറഞ്ഞ ശേഷം വേണം ഇത് പറയാൻ. എന്നിട്ട് ഉസ്സാലി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, അവിടുത്തെ ഹിയയിൽ പറയാണ്, എന്ത് മുഹറം മാസത്തിൽ സംഭവിച്ചിട്ടുള്ള ആ സംഭവങ്ങൾ അത് മുസ്ലിം ലോകം മറക്കാൻ ഇഷ്ടപ്പെടുന്ന സംഭവങ്ങളാണ്. രണ്ട് ഭാഗത്തും ആദരിക്കപ്പെടേണ്ട സ്വഹാബത്താണ്. അതുകൊണ്ട് തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹു വഫാത്തായി, അത് അല്ലാഹു തആല അവിടത്തേക്ക് വലിയ പദവി നൽകാനുള്ള കാരണമാണ്. എന്നാൽ ബഹുമാനപ്പെട്ടവരുടെ കൊലപാതകത്തിന് കാരണമായ ആളെ യസീദിനെ ശപിക്കാൻ പാടുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട ഉസ്സാലി ഇമാം തങ്ങൾ ചോദിക്കുകയാണ്. ഫഹൽ യജൂസു ലഅനു യസീദ്, യസീദിനെ ശപിക്കാൻ പാടുണ്ടോ
എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ പറയാണ് പാടില്ല, കാരണം അദ്ദേഹം തൗബ ചെയ്തിട്ടാണോ മരിച്ചത് അല്ലയോ എന്ന് നമുക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എളാപ്പയായ ഹംസ റളിയല്ലാഹുവിനെ കൊതിച്ച വഹശി വരെ പിന്നീട് ഇസ്ലാമിലേക്ക് വന്ന് സ്വഹാബിയായിട്ടുണ്ട്. അതുപോലെ മുസ്ലിമായ യസീദ് അദ്ദേഹത്തിന് ആ അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സംഭവത്തിൽ നിന്ന് അദ്ദേഹം തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തെയും ലഅനത്ത് ചെയ്യാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ ഇത് ആവർത്തിച്ച് വളരെ കൃത്യതയോടെ വ്യക്തതയോടെ പറയുന്നുണ്ട്. സുന്നത്തി ജമാഅത്തിന്റെ നിലപാടെന്ന് പറയുന്നത് ആ സംഭവങ്ങൾ അത് ഉദ്ധരിക്കാനേ പാടില്ല. ഉദ്ധരിക്കുകയാണെങ്കിൽ തന്നെ മറ്റു സ്വഹാബത്തിൻ്റെ കൂടെ സംഭവം ഉദ്ധരിച്ച ശേഷമേ ഉദ്ധരിക്കാവൂ. പ്രത്യേകിച്ച് മുഹറം 9, 10 ദിവസങ്ങളിൽ, മുഹറമിൻ്റെ തുടക്ക ദിവസങ്ങളിൽ, ആ തുടക്ക ദിവസങ്ങളിലൊക്കെ ഹുസൈൻ റളിയല്ലാഹുവിനുമായി ബന്ധപ്പെട്ട സംഭവം ഉദ്ധരിക്കുകയും പറയുകയും പാടുകയൊക്കെ ചെയ്യുന്നത് അത് ഷിയാക്കളുടെ ആചാരമാണെന്ന് പറഞ്ഞത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ പണ്ഡിതന്മാരല്ല, മഹാന്മാരായ ഇമാമുകളാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഷിയാ വിശ്വാസം കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ ഷിയാക്കളിൽ നിന്നും അച്ചാരം പറ്റിയ കള്ളത്തൊരീഖത്തുകാർ ഇവിടെയുണ്ട്. അവര് നമ്മുടെ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളുകളെയും സുന്നത്തി ജമാഅത്തിന്റെ മറ്റു പ്രവർത്തകരെയും സമീപിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരക്കുട്ടിയുടെ ഷഹാദത്ത് എന്തേ നിങ്ങൾ പറയാത്തത്? മുഹറം ഹുസൈൻ റളിയല്ലാഹുവിനെ ഓർക്കുന്ന ദിവസമല്ലേ, എന്തേ നിങ്ങളത് ഓർക്കാത്തത്? എന്തേ പരിപാടി വെക്കാത്തത്? എന്നൊക്കെ ചോദിച്ച് വസ്വാസ് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത്തരത്തിലുള്ള ഷിയാക്കളുടെ ഏജന്റുമാരായ അത്തരക്കാരായ ഷിയാ ഏജന്റുമാരായ കള്ളത്തൊരീഖത്തിനെ നിലക്ക് നിർത്തേണ്ട വിധം ഞങ്ങൾ നിലക്ക് നിർത്തും. സുന്നത്തി ജമാഅത്തിന്റെ ഇമാമുകൾ ഏത് വിഷയത്തിലും മുസ്ലിമീങ്ങൾ സ്വീകരിക്കേണ്ട നിലപാടെന്താണ് എന്നത് വളരെ വ്യക്തതയോടെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം പ്രത്യേകം നാം എല്ലാവരും ഓർമ്മിക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഈ സമയത്തെ ഓർമ്മപ്പെടുത്തി വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.